ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എക്സ് ശതമാനമാണ് കുറയ്ക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100-ൽ നിന്ന് ഈ എക്സ് ശതമാനം കുറയ്ക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ കേസിനകത്ത് 5% കുറയ്ക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ വർഷം എത്രയായിരിക്കും ടി വിയുടെ വില? 100-ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുക? 5 കുറയ്ക്കുക. 5 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 95 കിട്ടും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ടി വിയുടെ വില 8000 രൂപയായിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ 5% നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വരിക? 100-ൽ നിന്ന് 5% കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 95 അല്ലെ. 95/100 ചെയ്യണം. ഓക്കെ, ഇൻറ്റു രണ്ടാമത്തെ ഒരു വർഷം കൂടി പറഞ്ഞേക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് 100-ൽ നിന്ന് 5% കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 95/100 വരും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ടി വിക്ക് എത്ര വിലയാന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര വരും? 2 സീറോയും 2 സീറോയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ അടുത്തതില് ഫ്ലോ ആവുന്നുണ്ടോ? ഹലോ, ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ ഈ സീറോയും സീറോയും കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ ഇതും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 10ഉം ഇതും 5 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 19 വരും. ഈ 2ഉം 8 കട്ട് ചെയ്യാം. അവിടെ 4 വരും. അപ്പൊ റിമൈനിങ് വരുന്നത് 4 × 19 × 95. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 7220 രൂപ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റിനോട് ഞാൻ വെറുതെ പറയാം, നമ്പറൊക്കെ ഇട്ടിട്ട്. ഒരു എന്താ പറയാ, ഇപ്പം മിക്സിയുടെ വില വർഷം തോറും 10% കൂടുന്നു. ഓക്കെ, ഇവിടെ കുറയ്ക്കുന്നല്ലായിരുന്നോ? അപ്പൊ ഒരു മിക്സിയുടെ വില എന്താ വർഷം തോറും 10% വീതം കൂട്ടുകയാണ്. ഇപ്പോഴത്തെ വില ഒരു 6000 ആണെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിക്സിയുടെ വില എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 10% കൂട്ടുകയാണ് ഓരോ വർഷം കഴിയുന്തോറും. അപ്പൊ ആദ്യത്തെ വർഷം 10% കൂട്ടി. ഹലോ, ആദ്യത്തെ വർഷം 10% കൂട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ അത് എത്രയായിരിക്കും? 110 അല്ലെ. അപ്പൊ 110/100 ഇൻറ്റു വീണ്ടും രണ്ടാമത്തെ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? 10% കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 100ന്റെ കൂടെ എന്ത് ചെയ്യണം? 10 കൂട്ടണം അല്ലെ. അപ്പൊ 110/100 ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്താൽ മതി. അപ്പൊ അത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യവില എത്രയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കുക. ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിക്കേ. സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ട്രിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം നമുക്ക്. അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. ഡിസ്കൗണ്ട് അല്ലെ. അപ്പൊ എത്ര രൂപയാ കുറഞ്ഞേക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്? 960 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മള്
നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എത്രയാണോ ആ സാധനം കയ്യിൽ കിട്ടാൻ വേണ്ടി മുതലാക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ചെലവാക്കുന്നത്, അതാണ് നമ്മുടെ 100%. അതായത് അതിന്റെ ഒരു കോസ്റ്റ് പ്രൈസ് CP എപ്പോഴും 100% ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ 8% ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ 8% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും, അല്ലെങ്കിൽ എത്ര ശതമാനത്തിനായിരിക്കും വിറ്റിട്ടുണ്ടാവുക? 92% വിറ്റിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് അല്ലെ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഇത്ര രൂപയാണ് കുറവ് കിട്ടിയത്, അതായത് 92% വിറ്റു, അപ്പൊ ഇത്രയും രൂപ കുറവ്. ഇത് 8% എന്ന് പറയുന്നതല്ലേ നമ്മുടെ ശതമാനമാണ് കേട്ടോ. എന്ത് 960 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അലമാരിയുടെ പരസ്യവില, അതായത് വിൽക്കാൻ നേരത്തുള്ള വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100, 8% ഇത്രയാണ് നമുക്കറിയാം. ജസ്റ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാളുകളെ ഉള്ളത് ഗുണിക്കുക, 100 × / 8. ഓക്കെ, ഇതിന് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 8ഉം ഇതും ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 വരും, 2 വരും, 0 = 1 to 000. ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ സപ്പോസ് ആ അലമാരിയുടെ വില X ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അലമാരിയുടെ വില X ആണ്, 8% കുറവിനാണ് വിറ്റിട്ടുള്ളത്. അതായത് Xന്റെ 92%-നായിരിക്കും വിറ്റിട്ടുണ്ടാവുക. അതായത് X × 92 / 100 ഇത്രയും രൂപയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക അല്ലെ. പിന്നെന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? 960 രൂപയാണ് കുറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ Xൽ നിന്ന് 960 രൂപയാണ് കുറഞ്ഞത്. അതായത് വിറ്റിട്ടുണ്ടാവുന്നത് ഇത് എന്തിനോട് ഈക്വൽ ആണ്? X - 960 ഈക്വൽ ആണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പൊ അതാ ഇക്വേഷൻ തന്നെ എന്ത് വരും? 92x = 100 × X - 960. This implies 92x = 100x - 96 എത്ര വരും? 3 zeros വരും അല്ലെ. അതായത് this implies 100x - 92x, അതായത് 8x വരും. 8x = 96 + 0. This implies x = /8. സെയിം സംഭവം തന്നെയാണ് നമുക്ക് ഇവിടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരാശരിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കൗട്ട് ചെയ്ത് നോക്കുക. എ ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 60. അവരുടെ ശരാശരി മാർക്ക് 60 ആണ്. ബി ഡിവിഷനിലുള്ള 45 പേരുടെ ശരാശരി മാർക്ക് 90 ആണ്. 2 ക്ലാസും കൂടി ഒന്നിച്ചാക്കിയാൽ പുതിയ ശരാശരി എത്ര? അപ്പൊ നമുക്ക് 2 ഡിവിഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഡിവിഷൻ എയും ഡിവിഷൻ ബിയും. ഓക്കെ, ഡിവിഷൻ എയില് 30 കുട്ടികളാണുള്ളത്. ഓക്കെ, ഡിവിഷൻ ബിയിൽ 45 കുട്ടികളുണ്ട്. എ ഡിവിഷനിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് ആവറേജ് എന്ന് ഞാനിവിടെ എഴുതാം 60യും ബി ഡിവിഷനിലുള്ളത് 90യുമാണ്. അങ്ങനെയാണെങ്കിൽ എ ഡിവിഷനും ബി ഡിവിഷനും കൂടി ഒന്നിച്ചാക്കിയാൽ ആ കുട്ടികളുടെ പുതിയ ശരാശരി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് ഒന്നെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് എന്താണ്? ആവറേജ് കണ്ടുപിടിക്കുന്നത് ആവറേജ് = ഇവിടുത്തെ കേസിനകത്ത് ടോട്ടൽ മാർക്ക് അല്ലെ. ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ. ഇത് ആകെ മാർക്ക് ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം. അപ്പൊ എ ഡിവിഷനകത്ത് നമുക്ക് ആവറേജ് 45 അല്ലല്ലോ, 60 ആണ് തന്നിട്ടുള്ളത്. ഇതാണ് ആവറേജ്. ഓക്കെ, അപ്പൊ 60 = ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. നമ്പർ എത്രയാണ്? 30 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ.
ടോട്ടൽ മാർക്ക് ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ദാറ്റ് ഇസ് 60 ഇൻറ്റു ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മാതിര 60 ഇൻറ്റു 30 നമ്മൾ ചെയ്യുക. 60 ഇൻറ്റു 30 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1800 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബി ഡിവിഷനിലുള്ള കുട്ടികളുടെ ശരാശരി മാർക്ക് 90 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. 45 കുട്ടികളാണുള്ളത്. അപ്പോ 90 ഈക്വൽ ടു ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ എണ്ണം അല്ലെ. 45 ആണ് എണ്ണം. അപ്പൊ അതിൽ നിന്ന് ടോട്ടൽ മാർക്ക് എത്ര കിട്ടും? 90 ഇൻറ്റു 45. 90 ഇൻറ്റു 45 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4050 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ടുപേരുടെയും എന്ത് കിട്ടി? മാർക്ക് കിട്ടി, ടോട്ടൽ മാർക്ക് കിട്ടി. ഇനി ഈ കുട്ടികൾ ഒന്നിച്ചാക്കാണ്. അപ്പൊ എയിലും ബിയിലും കൂടിയിട്ട് എത്ര കുട്ടികൾ ഉണ്ടാവും? 30 പ്ലസ് 45 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് 75 കുട്ടികളാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. ഇനി ഈ 75 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ഡിവിഷനിലുള്ള കുട്ടികളുടെ മാർക്ക് പ്ലസ് ബി ഡിവിഷനിലുള്ള കുട്ടികളുടെ മാർക്ക്. അതായത് 1800 പ്ലസ് 4050. ഓക്കെ, ഇത് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 5850 ആണ് കിട്ടുന്നത്. അപ്പൊ ഇനി രണ്ട് ക്ലാസ്സിലെയും കൂട്ടിയിട്ട് ശരാശരി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലെ. അതായത് 5850 ഡിവൈഡഡ് ബൈ 75. നമുക്കിതിനെ 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 15 വരും. ഇവിടെ 170 ആണ് വരുന്നത്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 5 വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ 3 വരും. എത്ര വരും? 2 3 4 വരും അല്ലെ. ഇവിടെ 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 78 കിട്ടും. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു എ ഡിവിഷനിലെ N1 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ആവറേജ് A1. ബി ഡിവിഷനില് N2 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ആവറേജ് A2. അങ്ങനെയാണെങ്കിൽ എയിലെയും ബിയിലെയും സ്റ്റുഡൻസിന്റെ ടോട്ടൽ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ആവറേജ് ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു A1 പ്ലസ് N2 ഇൻറ്റു A2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായാലും N-ന്റെയും N1-ന്റെയും N2-ന്റെയും A1-ന്റെയും A2-ന്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ ക്വസ്റ്റിനകത്ത് ഇതാണ് നമ്മുടെ N1. ഓക്കെ, ഇതാണ് നമ്മുടെ N2, ഇതാണ് നമ്മുടെ A1, ഇതാണ് നമ്മുടെ A2. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മതി ചെയ്യാനായിട്ട്. രണ്ട് രീതിക്കും ചെയ്യാം. എളുപ്പമുള്ള വഴി ഏതാന്ന് വെച്ചാൽ നിങ്ങൾ സ്വീകരിക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വേണമെങ്കിൽ, ഇപ്പൊ സപ്പോസ് വേണമെങ്കിൽ നമ്മുടെ സംഖ്യ X ആയിട്ട് ചൂസ് ചെയ്യാം. എക്സിന്റെ 30%, അതായത് X ഇൻറ്റു 30 ഡിവൈഡ് ബൈ 100. എക്സിന്റെ അതേ സംഖ്യയുടെ 75%, അതായത് X ഇൻറ്റു 75 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1350 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ എഴുതുക? X ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100 മൈനസ് X ഇൻറ്റു 75 ഡിവൈഡ് ബൈ 100. ഇതാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 1350 നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ ഇത് സോൾവ് ചെയ്തിട്ട് ചെയ്താൽ മതി. അതായത് X ഇൻറ്റു ഇവിടെ എഴുതുമ്പോൾ തിരിച്ചെഴുതണമായിരുന്നു കേട്ടോ. വലുതിൽ നിന്ന് വേണ്ട ചെറുത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് ഇവിടെ എത്ര കിട്ടും?
എക്സിന് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ 75 ഡിവൈഡ് ബൈ 100 മൈനസ് 30 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1350. എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ഏറ്റവും എളുപ്പം ഇതൊന്നല്ല. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ശതമാനത്തിന്റെ വ്യത്യാസം ചെയ്താൽ മതി. അപ്പൊ 75%-ന്റെയും 30%-ന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 45% അല്ലേ? ആ 45% നമുക്ക് 1350 തന്നിട്ടുള്ളത്. അപ്പൊ ഒരു സംഖ്യയുടെ എക്സ് ആണ് ആ സംഖ്യ, അതിന്റെ 45% നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? 1350 തന്നിട്ടുള്ളത്. അപ്പൊ എക്സ് ഇൻറ്റു 45 ഡിവൈഡ് ബൈ 100 ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 1350 കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് എക്സ് കാണാൻ എളുപ്പല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1350 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 45. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്ത് വെച്ച് കട്ട് ചെയ്യാം? 5 വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇവിടെ 9 വരും. ഇവിടെ എത്ര വരും? 5 വെച്ചല്ലേ കട്ട് ചെയ്യുന്നത്? എത്ര വരുന്നത് ഇവിടെ? ഇവിടെ 2, ആ 270 വരും. 270-ന് ഇനി നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? 9 വെച്ച് കട്ട് ചെയ്തൂടെ? 3 വരും അല്ലേ? അപ്പൊ 30. ഇത് 100 ആണ് കേട്ടോ. അപ്പൊ ഈക്വൽ ടു 30 ഇൻറ്റു 100, അതായത് 3000. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ? 3 സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയുമാണ്. ആ സംഖ്യകളുടെ ശരാശരി 55 ആണെങ്കിൽ അവയിലെ ചെറിയ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 3 സംഖ്യകളുണ്ട്. ആ 3 സംഖ്യകളില് എന്താ പറഞ്ഞിരിക്കുന്ന? രണ്ടാമത്തെ സംഖ്യ. അപ്പൊ നമ്മള് ആ 3 സംഖ്യകളെ എങ്ങനെ എടുക്കുകയാണ്? ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ. ഇനി പറഞ്ഞേക്കുന്ന എന്താ? 3 സംഖ്യകളിലെ രണ്ടാമത്തെ സംഖ്യ അല്ലെ? ഈ സംഖ്യ എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ സംഖ്യയുടെ 2 ഇരട്ടി. അതായത് ഇതെന്ന് പറയുന്നത് 2 ഇൻറ്റു 1. 1 ആണ് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അതുപോലെ തന്നെ രണ്ടാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയാണ്. അതായത് രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യയുടെ, സോറി ഒരു വര കൂടിപ്പോയി, ഓക്കെ, രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടി. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിന്റെ രണ്ടെണ്ണത്തിന്റെയും LHS എന്താണ്? സെയിം ആണ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് എഴുതാം? 2i മൈനസ് i അല്ല കേട്ടോ, 2 ഇൻറ്റു ഒന്നാമത്തെ സംഖ്യ മൈനസ് 3 ഇൻറ്റു മൂന്നാമത്തെ സംഖ്യ. ഇതെന്തിനോട് ഈക്വൽ ആയിരിക്കും? 0-നോട് ഈക്വൽ ആയിരിക്കും അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അല്ലെ, LHS ഈക്വൽ ആയതുകൊണ്ട് RHS ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ, അതായത് നമുക്ക് സംഖ്യകളെ ABC ആക്കാട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാവും. നമുക്ക് നിലവിൽ കിട്ടുന്നത് ഇതാണ്, 2a മൈനസ് 3b ഈക്വൽ ടു 0 എന്ന് കിട്ടും. എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇനി നമുക്ക് സംഖ്യകളുടെ ശരാശരി 55 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അതായത് a പ്ലസ് b പ്ലസ് c ഡിവൈഡഡ് ബൈ 3, അതാണ് ശരാശരി അല്ലെ? 3 സംഖ്യകളുടെ ശരാശരി അത് 55 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് b പ്ലസ് c എന്ന് പറയുന്നത് a പ്ലസ് b പ്ലസ് c ഈക്വൽ ടു 55 ഇൻറ്റു 3. 55 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 165. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ? 2a മൈനസ് 3b ഈക്വൽ ടു 0, അല്ലെങ്കിൽ a പ്ലസ് b പ്ലസ് c ഈക്വൽ ടു 165. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മളിവിടെ
ഇതില് എയും അവിടെ എഴുതി തെറ്റിപ്പോയോ? ഇവിടെ സി അല്ലേ വരേണ്ടത്? ആ ഇവിടെ സി ആണ് വരേണ്ടത്. അപ്പൊ നമ്മള് ഈ ഇക്വേഷനെയും എയിലും സിയിലും മാത്രമുള്ള ഇക്വേഷൻ ആയിട്ട് മാറ്റാൻ പോവാണ്. ഓക്കെ, അതെങ്ങനെയാ? നമുക്കറിയാം രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഒന്നാമത്തെ സംഖ്യയുടെ 2 ഇരട്ടിയും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യയുടെ 3 ഇരട്ടിയാണ് നമുക്കറിയാം. അപ്പൊ ബിക്ക് പകരം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്നത് ബിക്ക് പകരം ഏതാ കൊടുക്കുന്നത്? 2a കൊടുത്തു നോക്കാം. അപ്പൊ a പ്ലസ് 2a പ്ലസ് c is equal to 165 എന്ന് കിട്ടും. ഓക്കെ, അതായത് 3a പ്ലസ് c is equal to 165. കേൾക്കുന്നുണ്ടോ? ഹലോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഏതാണ്? 3a പ്ലസ് c ഈക്വൽ ടു 165 2a മൈനസ് 3c is equal to 0 എന്നും കിട്ടി. ഇനി ഇവരെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ ഇക്വേഷൻ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 3a പ്ലസ് 3c ഈക്വൽ ടു 165 × 3, അത് 495 ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 2a മൈനസ് 3c ഈക്വൽ ടു 0 ആണ്. ഇനി ജസ്റ്റ് ഇവരെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് 11a ഈക്വൽ ടു 495 എന്ന് കിട്ടും. അപ്പൊ a ഈക്വൽ ടു 495 ഡിവൈഡഡ് ബൈ എന്ത് വരും? 11 വരും. 11 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 45 കിട്ടും. അപ്പൊ a എന്ന് പറയുന്നത് എന്ത് കിട്ടി? 45 കിട്ടി. ഓക്കെ, a ഈക്വൽ ടു 45. b എന്താ? b എന്ന് പറയുന്നത് 2 × a അല്ലെ? 2 × 45. അത് എത്ര കിട്ടും നമുക്ക്? 90 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് സിയും കൂടി കണ്ടുപിടിക്കണം. നമുക്കറിയാം a പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? 165 ഈക്വലാ അല്ലെ? ഇനി ഈ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സി is equal to എന്ത് വരും? 165 മൈനസ് 45 മൈനസ് 90 ഈക്വൽ ടു 30. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? 45, 90, 30. ഏത് ആൻസർ വരിക? ചെറുതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 30 ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ഭൂകമ്പ ബാധിത പ്രദേശത്തെ 10% പേർ ഭൂകമ്പക്കെടുതി മൂലം പലായനം ചെയ്തു. പിന്നീട് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ ശേഷിച്ച ജനസംഖ്യയുടെ 10% കൂടി പലായനം ചെയ്തു. എങ്കിൽ 2 പലായനത്തിന് ശേഷം പ്രദേശത്തെ ജനസംഖ്യ. അപ്പൊ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? നമ്മള് 20% കുറയ്ക്കും. അപ്പൊ എന്ത് പറയും? നമ്മൾ 80% ആൻസർ എന്ന് പറയും. ഇത് തെറ്റാണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? സപ്പോസ് അവിടെ ഒരു 100% ആളുകൾ ഉണ്ടായി ആ സ്ഥലത്ത്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ 10% പേര് ആദ്യം പോയി അല്ലെ? അപ്പൊ 100-ൽ നിന്ന് 10% പേര് പോയി. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? 90% ഉള്ളത്. അത്ര ആളുകളാണ് നിലവിലുള്ളത്. പിന്നെന്താ? രോഗം പടർന്നു പിടിച്ചപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? ശേഷിച്ച ജനസംഖ്യയുടെ അല്ലെ ബാലൻസ് 90% ആയിരുന്നു. അതിലെ 10% പേരും കൂടി പോയി. അപ്പോ 90-ന്റെ എന്ത് കണ്ടുപിടിക്കണം? 10% കണ്ടുപിടിക്കണം. 90-ന്റെ 10% എന്ന് പറയുന്നത് എത്രയാ? ഇതും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് 9 ആണ്.
അതായത് 90% നിന്ന് 9% പേരാണ് പോയത്. 90-ന്ന് 9 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 81. അപ്പൊ നിലവില് 2 പാലായനത്തിന് ശേഷം പ്രദേശത്ത് 81% ആളുകൾ. 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. 22, 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യയുടെ ശരാശരി എത്രയാകും? അപ്പൊ ഇവിടെ നമുക്ക് 20 സംഖ്യകളുണ്ട്. വീണ്ടും ആവറേജ് is equal to total divided by number ആണ്. This implies ആവറേജ് ആണ് നമുക്ക്, ശരാശരിയാണ് നമുക്ക് 25 തന്നിട്ടുള്ളത്. ശരാശരി ഈക്വൽ ടു 25 ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ 20. This implies നമുക്ക് എത്ര കിട്ടും? T ഈക്വൽ ടു 25 into 20. into 20. ഓക്കെ. 25 into 20 എത്ര കിട്ടുന്നത്? 500. ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 500 ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ 2 സംഖ്യകളുടെ 25 ആണ് കേട്ടോ ആൻസർ. അപ്പൊ ഇവിടെ ടോട്ടൽ 500 നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 22, 28 എന്ന് പറയുന്ന സംഖ്യകൾ മാറ്റുകയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 500-ൽ നിന്ന് 22-ഉം 28-ഉം മൈനസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 450 കിട്ടും. അപ്പൊ 2 സംഖ്യകൾ മാറ്റി. 20 സംഖ്യകൾ ഉണ്ടായിരുന്നു. അതായത് 2 സംഖ്യകൾ മാറ്റി കഴിഞ്ഞപ്പോ ബാക്കി എത്ര സംഖ്യകളുണ്ട്? 18 സംഖ്യകളുണ്ട്. ആ 18 സംഖ്യകളുടെ സമ്മാണ് നമുക്കിവിടെ, ടോട്ടൽ ആണ് നമുക്കിവിടെ 450 കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആവറേജ് എന്ത് വരും? ആവറേജ് ഇസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 18 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 25 ആൻസർ കിട്ടും. നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ തുടർച്ചയായി 5% എന്താണ് കുറച്ചു അല്ലെ? ഓരോ വർഷവും 5% വീതം കുറച്ചു. ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള ടിവിയുടെ വില അല്ലെ? അപ്പൊ ആദ്യത്തെ വർഷം 5% കുറച്ചു, പിന്നത്തെ വർഷം 5% കുറച്ചു. അതായത് ആദ്യം 5% കുറച്ചു, രണ്ടാമതും 5% കുറച്ചു. ആ സെയിം രീതിയിൽ ചെയ്യേണ്ട പ്രോബ്ലം ആണ് ഈ ക്വസ്റ്റ്യൻ. ഒരു ബാഗിന്റെ വില കൂട്ടിയ ശേഷം 10% അല്ലെ? 10% കൂട്ടിയതിന് ശേഷം 10% വില കുറച്ച് എത്രയാ? 693 രൂപയ്ക്കാണ് വിറ്റത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആദ്യം ബാഗിന് ഉണ്ടായിരുന്ന വില എത്രയാന്ന് ചോദിച്ചത്. അപ്പൊ നമ്മൾ മറ്റേ പ്രോബ്ലത്തിനകത്ത് നമുക്ക് TV അല്ലായിരുന്നു? അതെ, ടിവിയുടെ വില, ആദ്യത്തെ വില നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 8000 ആയിരുന്നു. ആദ്യത്തെ വർഷം 10% അല്ലല്ലോ, 5% കുറച്ചു അല്ലെ? അപ്പൊ 95 ഡിവൈഡഡ് ബൈ 100 നമ്മൾ ചെയ്തു. പിന്നത്തെ വർഷം 10%, 10 അല്ലല്ലോ 5% കുറച്ചു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ തന്നെ ചെയ്തു അല്ലെ? അപ്പൊ ഈ കിട്ടുന്നതായിരിക്കും 2 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള വില. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന എന്താ? ബാഗിന്റെ വില 10% കൂട്ടി. ഓക്കെ. അപ്പൊ ബാഗിന്റെ വില 10% കൂട്ടി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ 10% കുറച്ചു.
അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ബാഗിന്റെ വില എക്സ് ആണെന്ന് വിചാരിക്കാം. ബാഗിന്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 10% കൂട്ടി. അപ്പൊ 110 ഡിവൈഡഡ് ബൈ 100. പിന്നെ എന്ത് ചെയ്ത? 10% കുറച്ചു. അപ്പൊ 100 മൈനസ് 10 90 അല്ലെ? അതെത്രയാണ് തന്നേക്കുന്നത്? 693 ആണ് തന്നേക്കുന്നത്. ജസ്റ്റ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 693 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 90. ഇതും ക്യാൻസൽ ചെയ്ത് പോയി. ഇതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നമുക്ക് ഇതും 11 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 വരും, 3 വരും, ഈ 9ഉം ഇതും കട്ട് ചെയ്ത് 7 വന്നു, 700 വരും ആൻസർ. അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡി ആണ് ആൻസർ. അപ്പൊ നല്ലോണം തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റന്നാള് ലൈവ് അല്ലല്ലോ, എക്സാം ഉണ്ടായിരിക്കും കേട്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള. മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ? മൈക്ക് ഫോൺ ചെയ്തൊന്ന് സംസാരിച്ചേ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാട്ടോ.